ചെങ്കോട്ടയിൽ ആക്രമണം നടത്താൻ പാക് ലഷ്കർ പദ്ധതിയിടുന്നു. ഡൽഹിയിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയിലും സമീപ പ്രദേശങ്ങളിലും സ്ഫോടന സാധ്യതയുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികൾക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ചാന്ദിനി ചൗക്കിനെയും ലഷ്കർ ഇ തൊയ്ബ ലക്ഷ്യം വെച്ചേക്കാം എന്നാണ് കരുതുന്നത്. സുലും ക ബദല എന്ന കോഡ് നാമത്തിലാണ് ആക്രമണത്തിന് പദ്ധതിയിടുന്നത് എന്നാണ് വിവരങ്ങളായി ഇപ്പോൾ പുറത്തുവരുന്നത്. റാവൽപിണ്ടിയിലെ ഹാൻഡലർമാരാണ് ഈ ആക്രമണ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് എന്നും മനസ്സിലാകുന്നു. ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൈബയുടെയും സെല്ലുകൾ ആക്രമണ പദ്ധതിയിൽ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത ചാനലുകളിൽ നിന്ന് ഇൻ്റലിജൻസ് ഇൻ്റർസെപ്റ്ററുകൾ ഡീകോഡ് ചെയ്ത വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് സേനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ വിവരങ്ങളാണ്. കാരണം അതീവ രഹസ്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട വിവരങ്ങളാണ് ഡീകോഡ് ചെയ്ത് ഇപ്പോൾ സേനയ്ക്കും അതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾക്കും ലഭിച്ചിട്ടുള്ളത്. ഡൽഹിയിലെ ചെങ്കോട്ട കൂടാതെ ഇന്ത്യയിൽ ഉടനീളമുള്ള പ്രധാന മത കേന്ദ്രങ്ങളും അതുപോലുള്ള സ്ഥാപനങ്ങളും ഒക്കെ തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുകൂടി ഉള്ള ആശങ്ക ഇപ്പോൾ ഉയരുകയാണ്. ദേശീയ തലസ്ഥാനത്തും മറ്റ് നഗരങ്ങളിലും ഭീകര സംഘടന IED ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് ഉപയോഗിച്ച് സ്ഫോടനം നടത്തുക, അതുവഴി ആളുകളെ, നിരപരാധികളായ മനുഷ്യരെ വകവരുത്തുക തുടങ്ങിയ ഒരു രീതിയാണ് തീവ്രവാദികൾ പലപ്പോഴും അവലംബിച്ചിട്ടുള്ളത്. ആ തരത്തിൽ തന്നെയുള്ളൊരു ആസൂത്രണമാണ് ഇപ്പോഴും നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇൻ്റലിജൻസിന് ഇത് സംബന്ധിച്ച ലഭിച്ച വിവരങ്ങൾ അതീവ നിർണായകമാണ്. അത് അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ രാജ്യം പരിഗണിക്കുന്നത്. 2025 നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന ഒരു കാർ സ്ഫോടനം പലരും ഓർക്കുന്നുണ്ടാകും. അന്ന് 12 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവം കഴിഞ്ഞ് ഏതാണ്ട് 3 മാസമായി. ഇപ്പോൾ പലരും ആ സ്ഫോടനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോഴും പുതിയ പദ്ധതികൾക്കുള്ള തയ്യാറെടുപ്പ് പാകിസ്ഥാനിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. പുതിയ പദ്ധതിയെ സംബന്ധിച്ചുള്ള സൂചനകളും പുറത്തു വരുന്നത്. അന്ന് ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമാണ് സ്ഫോടക വസ്തു നിറച്ച ഒരു വാഹനം പൊട്ടിത്തെറിച്ചത്. അങ്ങനെ അത് സമീപത്തുള്ള കാറുകളിലേക്കും അഗ്നി പടരുന്ന അല്ലെങ്കിൽ തീ പടരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അന്ന് ലഭിച്ച DNA പരിശോധനാ ഫലങ്ങൾ അനുസരിച്ച് അൽ ഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർമാരായിരുന്നു ഇതിന് പിന്നിൽ. ഉമർ ഉൻ നബി എന്നറിയപ്പെടുന്ന ഉമർ മുഹമ്മദാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഡൽഹിക്കടുത്തുള്ള ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു കശ്മീരി ഡോക്ടറുടെ വാടക വീട്ടിൽ നിന്ന് ഏകദേശം 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും അന്ന് പിടിച്ചെടുത്തിരുന്നു. അതോടൊപ്പം ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തിയിരുന്നു. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെങ്കോട്ട സ്ഫോടനം നടന്നത്. നമ്മൾ പലരും അതൊക്കെ ഇപ്പോൾ ഏറെക്കുറെ മറന്നു കഴിഞ്ഞ ഒരവസ്ഥയാണ്. അപ്പോൾ ഏതായാലും ഫരീദാബാദിലെ ദൗജ് പ്രദേശത്ത് നിന്നാണ് അന്ന് ഡോക്ടർ മുസമിൽ ഗനായിയെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഡൽഹിയിലെയും ഉത്തർപ്രദേശിലെയും പ്രധാന ആരാധനാലയങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നത് എന്ന വിവരം പുറത്തുവരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ്. പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു മറുപടി നൽകണം എന്ന ഒരാവശ്യം ഇപ്പോഴും തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ട്. അതാണ് ഈ ആക്രമണങ്ങൾ നടത്താൻ തുടരെ പദ്ധതികൾ ഇടാൻ ഒക്കെ അവർ തയ്യാറാകുന്നത്. മറ്റ് ഭീകര സംഘടനകളും ഈ ആക്രമണത്തിന് പദ്ധതി ഇടുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പ്രതികാരം ചെയ്യണം എന്നത് ഒരു വലിയ കാര്യമായി അവർ എടുത്ത് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ കൂടുതൽ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ പലതും കണക്കുകൂട്ടുന്നത് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ മറന്നു കഴിഞ്ഞു എന്നാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായാണ് ഇപ്പോൾ ഇന്ത്യയെ ആക്രമിക്കാം എന്ന ഒരു ധാരണ തീവ്രവാദ ഗ്രൂപ്പുകൾക്കിടയിൽ വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്. ഏതായാലും ഇൻ്റലിജൻസ് ഏജൻസികളും സുരക്ഷാ സംവിധാനങ്ങളും ഇതൊക്കെ അതീവ ഗൗരവമായി തന്നെ ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആശയവിനിമയങ്ങൾ ഒക്കെ ഡീകോഡ് ചെയ്യാനും അതിൽ നിന്ന് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് മനസ്സിലാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ അതീവ ഗൗരവമായി തന്നെ ഊർജിതമായി നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പോൾ പദ്ധതിയിട്ടിട്ടുള്ള ഈ ആക്രമണങ്ങളിൽ ജെയ്ഷെ തലവൻ മുഹമ്മദ് അസറിൻ്റെയും ലഷ്കർ സ്ഥാപകൻ ഫായിസ് സയ്യിദിൻ്റെയും അനുയായികൾ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. പല പ്രവേശന പോയിന്റുകളും നിരീക്ഷിക്കാൻ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. സാധ്യമായ പ്രവേശന പോയിന്റുകൾ നിരീക്ഷിക്കാനും തിരിച്ചറിയാനുമൊക്കെയുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നു. ഗാസിയാബാദ്, ദാദ്രി പ്രദേശങ്ങളിൽ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു.
അങ്ങനെ പലതരത്തിലുള്ള വിവരങ്ങളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നത്. നേപ്പാൾ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് ഇന്ത്യൻ സേന കരുതുന്നു. അത്തരം വഴികളിൽ ഇപ്പോൾ വളരെ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീവ്രവാദികൾ ഈ വഴികൾ പ്രയോജനപ്പെടുത്തിയേക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ ഈ അന്വേഷണ സുരക്ഷാ ഏജൻസികൾക്ക് ഉണ്ട്. അതിനാൽ തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വ്യാജ പേരുകളിൽ ഇന്ത്യയിലേക്ക് കടന്ന് ഇവിടെ തൊഴിലാളികളായും അതുപോലെ തെരുവ് കച്ചവടക്കാരുമൊക്കെ ആയി പ്രവർത്തിച്ച് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് പദ്ധതി എന്നൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലെല്ലാം ഒരു കർശനമായ പരിശോധന വേണം എന്നൊരു ആവശ്യം ആണ് ഇപ്പോൾ സേന മുന്നോട്ട് വയ്ക്കുന്നത്. അത് സുരക്ഷാ സംവിധാനങ്ങൾ അത് നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ പഞ്ചാബിൽ നിന്നുള്ള ട്രക്ക് റൂട്ടുകളിലൂടെ സ്ഫോടന വസ്തുക്കൾ കടത്താൻ സാധ്യതയുണ്ട് എന്ന സംശയവും ബലപ്പെടുകയാണ്. അതിനെയൊക്കെ സംബന്ധിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയെല്ലാം കൂടുതൽ നിരീക്ഷണവും സുരക്ഷാ സംവിധാനവും വർദ്ധിപ്പിക്കും എന്നാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. തീവ്രവാദികൾക്ക് ശക്തമായ മറുപടി എല്ലാ ഘട്ടത്തിലും തുടർന്ന് നൽകിക്കൊണ്ടേയിരിക്കും എന്ന് ഇന്ത്യ ഓർമ്മിപ്പിക്കുമ്പോഴും പ്രതികാരദാഹികളായി തീവ്രവാദികൾ മറുവശത്ത് നിൽക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും സുരക്ഷിതമായ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഇതിന് നിരന്തരമായ നിരീക്ഷണം അനിവാര്യമാണെന്ന് സേനാവൃത്തങ്ങൾ പരസ്പരം ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.